നമസ്കാരം. തിരുവനന്തപുരം ജില്ലയിലെ പ്രമുഖ സ്വകാര്യ ആശുപത്രിയായ SP മെഡിഫോർട്ട് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മുൻ ജില്ലാ കളക്ടർ നന്ദകുമാർ ചികിത്സാ പിഴവിനെ തുടർന്ന് കോമയിലായെന്ന വാർത്ത അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നു തന്നെയാണ്. തിരുവനന്തപുരത്ത് ഒട്ടനവധി ശാഖയുള്ള ഒരു പ്രമുഖ ആശുപത്രിയാണ് SP ഫോർട്ടിൻ്റെത്. അതായത് SP ഫോർട്ട് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ആ ഒരു പിഴവാണ് ഒരു ജീവൻ തന്നെ അപകടത്തിലാക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന പരാതിയാണ് ഉയരുന്നത്. അതായത് ഡോക്ടർമാരുടെ ഒരു പിഴവ്, ഒരു സാങ്കേതിക പിഴവാണ് ഒരു ജീവൻ തന്നെ ഇപ്പോൾ അപകടത്തിലായി. അദ്ദേഹം ഇപ്പോൾ കോമ ആശുപത്രിയിൽ, തിരുവനന്തപുരത്തെ മറ്റൊരു പ്രമുഖ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. SP ഫോർട്ട് തുടക്കം മുതൽ തന്നെ വലിയ രീതിയിൽ ജനങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു സുരക്ഷ നൽകും, അല്ലെങ്കിൽ നല്ല രീതിയിൽ ജനങ്ങൾക്ക് ഒരു പേടിയും കൂടാതെ ആശുപത്രിയിലേക്ക് കടന്നു ചെല്ലാം എന്നൊക്കെയുള്ള പരസ്യങ്ങളാണ് SP ഫോർട്ട് നൽകി. അങ്ങനെയാണ് ഈ രോഗികളെ ഉൾപ്പെടെ, ജനങ്ങളെ ഉൾപ്പെടെ അവർ കയ്യിലെടുത്തത്. പക്ഷേ പലതരത്തിലുമുള്ള ഒരു പ്രശ്നങ്ങൾ കോവിഡ് കാലം മുതൽ തന്നെ SP ഫോർട്ടിൽ വലിയ രീതിയിലുണ്ടായിരുന്നു. കാരണം അവിടുത്തെ ജീവനക്കാരുടെ പെരുമാറ്റങ്ങളായിക്കോട്ടെ, ഡോക്ടർമാരുടെ പെരുമാറ്റങ്ങളായിക്കോട്ടെ, വലിയ രീതിയിൽ ഒരു ഡോക്ടർമാരെ തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ് ഈ സ്വകാര്യ മെഡിക്കൽ ആശുപത്രികളെ സംബന്ധിച്ചിടത്തോളം. കാരണം ചെറിയൊരു അസുഖം വന്നാൽ പോലും അവർ വലിയ രീതിയിൽ ഓപ്പറേഷൻ എന്ന ഒരു കോടിക്കണക്കിന് രൂപ, അതായത് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ രോഗികളുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങാൻ വേണ്ടി അവർ ഓപ്പറേഷൻ എന്ന ഒരു നിലയിലേക്ക് രോഗികളെ കൊണ്ട് എത്തിക്കും. ചെറിയൊരു ചികിത്സയിലേക്ക് ഒതുങ്ങുന്ന ഒരു അസുഖമായിരിക്കും, പക്ഷെ അവർ അതിന് മരുന്ന് നൽകി അതിനെ ഒരു ഓപ്പറേഷൻ അഥവാ ഒരു കീറിമുറുക്കൽ ശസ്ത്രക്രിയയിലേക്ക് അവരെ രോഗികളെ കൊണ്ട് എത്തിച്ച് പണം പിടിച്ചു വാങ്ങുന്ന ഒരു തരത്തിൽ ഇന്നത്തെ സ്വകാര്യ ആശുപത്രികൾ മാറി എന്നത് പറയാതെ വയ്യ. ആ ഒരു രീതിയിലാണ് ഒരു പാകപ്പിഴവ് നമ്മൾ എല്ലാ ദിവസവും കേൾക്കുന്നതാണ്. ഓരോ ജീവനുകളും, അതായത് ഡോക്ടർമാരെന്ന് പറഞ്ഞാൽ ജീവൻ രക്ഷിക്കേണ്ടവരാണ്. പാകപ്പിഴവ് മൂലം ഓരോ ജീവനുകളും അവർ നഷ്ടത്തിലാക്കുന്നു, അതായത് ഓരോ ജീവനുകൾ അവർ തകർത്ത് തരിപ്പണമാക്കുന്നു. ഇവിടെ നന്ദകുമാറിന്റെ ജീവൻ ഡോക്ടറിന് വന്ന ഒരു പാകപ്പിഴവ് കൊണ്ട് ആ ജീവൻ അദ്ദേഹം ഇപ്പോൾ കോമ സ്റ്റേജിൽ മറ്റൊരു ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൂടാതെ ഇദ്ദേഹത്തെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ തുടർ ചികിത്സയ്ക്കായി മാറ്റിയിരിക്കുകയാണ്. നിലവിൽ മുൻ ജില്ലാ കളക്ടറും PRD ഡയറക്ടറുമായിരുന്ന M നന്ദകുമാർ ശസ്ത്രക്രിയ പിഴവിനെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായ സംഭവത്തിൽ പോലീസ് കേസ് എടുത്തിരിക്കുകയാണ്. അതായത് മഞ്ചൂർ പോലീസാണ് മകളുടെ പരാതിയെ തുടർന്ന് കേസ് എടുത്ത് FIR ഒക്കെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. SP മെഡിഫോർട്ട് ആശുപത്രിയിലെ ന്യൂറോ സർജൻ ഡോക്ടർ K ശ്രീജിത്തിനെ പ്രതിയാക്കിയാണ് കേസ്. കഴിഞ്ഞ മാസം 16-ന് തലയിൽ രക്തസ്രാവം ഉണ്ടായതിനെ തുടർന്നാണ് മുൻ IAS ഉദ്യോഗസ്ഥൻ നന്ദകുമാറിനെ എയർപോർട്ടിന് സമീപമുള്ള SP മെഡിഫോർട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. നമുക്കറിയാം, മെഡിഫോർട്ട് ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു വിമാനത്താവളത്തെ വെല്ലുന്ന തരത്തിൽ, അതായത് ഒരു 5 സ്റ്റാർ ഹോട്ടലിലേക്ക് വെല്ലുന്ന തരത്തിൽ അത്യാധുനികമായ ഒരു ഇന്റീരിയർ ഡിസൈനും ഉൾപ്പെടെയാണ് ആശുപത്രി സജ്ജീകരിച്ചിട്ടുള്ളത്. അവിടെ തന്നെ കോടിക്കണക്കിന് രൂപയാണ് അവിടെ ഓരോ ഇനത്തിനുമായി ചെലവാകുന്നത്. പാവപ്പെട്ടവർക്കൊന്നും തന്നെ ഈ SP ഫോർട്ടിന്റെ മെഡിഫോർട്ട് ആശുപത്രിയിൽ കയറി ചെല്ലാൻ പറ്റില്ല. അവർക്ക് സർക്കാർ ആശുപത്രിയാണ് ശരണം. പക്ഷേ ഈ സർക്കാർ ആശുപത്രിയിലും നമുക്കറിയാം രോഗിക്ക് ഒരു വിലയുമില്ല. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ എത്ര പൈസ ചെലവാക്കിയാലും സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകുന്നത്. പക്ഷേ സ്വകാര്യ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഡോക്ടർമാർ ഈ വരുന്ന രോഗികളെ ഒരു കുബേർ കുഞ്ചി തരത്തിലേക്ക്, അതായത് പൈസ അവരിൽ നിന്നും എങ്ങനെയെങ്കിലുമൊക്കെ ഒരു കോടിക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ പൈസ അവരിൽ നിന്നും പിടിച്ചു വാങ്ങാനായിട്ട് ആണ് ഡോക്ടർമാരുടെ ഒരു പ്രവർത്തനം. കാരണം മെഡിക്കൽ റെപ്പുമാർ പോലും ആ രീതിയിലേക്ക്, മെഡിക്കൽ റെപ്പുമാർ കൊടുക്കുന്ന മരുന്നുകൾ ടെസ്റ്റ് പോലും ചെയ്യാതെയാണ് ഡോക്ടർമാർ രോഗിയുടെ മേലേക്ക് അടിച്ചേൽപ്പിക്കുന്നത്. കൂടാതെ ലബോറട്ടറികൾ, ചുറ്റുപാടും നഗരത്തിലുള്ള ലബോറട്ടറികളിൽ നിന്നും ഒരു അസുഖമില്ലെങ്കിലും പോയി ചെന്ന് സ്കാൻ ചെയ്യുക, അല്ലെങ്കിൽ പോയി ചെന്ന് എക്സ്റേ എടുക്കുക, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒരു 10-12 ടെസ്റ്റ് ഉൾപ്പെടെ നമ്പർ ഇട്ടിട്ട് ആ ലബോറട്ടറിയിലേക്ക്, ആശുപത്രിയിൽ നിന്നും ഒരു 10 കിലോമീറ്റർ അപ്പുറത്തേക്ക് അല്ലെങ്കിൽ 5 കിലോമീറ്റർ അപ്പുറത്തേക്ക് ഡോക്ടർമാർ രോഗികളെ അനാവശ്യമായി പറഞ്ഞുവിടും. ഇത് മെഡിക്കൽ ലബോറട്ടറിമാരും അതോടൊപ്പം തന്നെ ഡോക്ടറും തമ്മിലുള്ള ഒരു ഡീലാണ്, അതൊരു കമ്മീഷന്റെ ഡീലാണ്. ഇതിൽ ബലിയാടാവുന്നത് നിരപരാധികളായ രോഗികൾ തന്നെയാണ്. പിറ്റേന്ന് തന്നെ ന്യൂറോ സർജൻ ഡോക്ടർ ശ്രീജിത്ത് സർജറി നടത്തി. എന്നാൽ അന്നു മുതൽ അദ്ദേഹം അബോധാവസ്ഥയിൽ കോമയിലാണെന്നാണ് മകൾ പാർവതി നൽകിയ പരാതിയിൽ ആരോപിക്കുന്നത്. ശസ്ത്രക്രിയയിൽ പിഴവുണ്ടായി എന്നാണ് പരാതിയിലെ പ്രധാന ആക്ഷേപം. കഴിഞ്ഞ മാസം 24-നാണ് മഞ്ചൂർ പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. ഭാരതീയ ന്യായ സംഹിത 125 വകുപ്പ് പ്രകാരമാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മനുഷ്യജീവന് അപകടമുണ്ടാക്കും വിധത്തിൽ അശ്രദ്ധമായി പെരുമാറിയെന്ന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. തൊട്ടടുത്ത അനന്തപുരി ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ മാറ്റിയെന്നാണ് അറിയുന്നത്. 2011 ഒക്ടോബറിലാണ് നന്ദകുമാർ തിരുവനന്തപുരം കളക്ടറായി നിയമിതനാകുന്നത്. പിന്നീട് സർക്കാരിൽ വിവിധ തസ്തികകൾ വഹിച്ചു. സംഖ്യാശാസ്ത്രം, ജ്യോതിഷം, തന്ത്രവിദ്യ എന്നിവയിൽ പാണ്ഡിത്യമുള്ള നന്ദകുമാർ പ്രാസംഗികനും എഴുത്തുകാരനുമാണ്. ജ്യോതിഷ നിർദ്ദേശങ്ങൾ നൽകുന്ന വിദഗ്ധൻ എന്ന നിലയിൽ ഏഷ്യാനെറ്റ് ടെലിവിഷൻ ചാനൽ പ്രേക്ഷകർക്ക് സുപരിചിതനാണ് അദ്ദേഹം.
ഇത് ഏഷ്യാനെറ്റിൽ അടക്കം ഒട്ടനവധി ചാനലുകളിൽ സൂര്യ ചാനലിലടക്കം അദ്ദേഹം ഈ ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കുറേ പ്രോഗ്രാമുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്.